പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഘർഷ വിഗതികൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇറാനിലെ കലാപകാരികളെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. കൂടുതൽ കലാപരംഗത്തേക്ക് ഇറങ്ങിത്തല്ലുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൂടി പറയുന്നത്. സമരങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുവാനും അമേരിക്കയുടെ സഹായം പ്രതീക്ഷിക്കുവാനുമാണ്. അതൊരു പക്ഷേ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കുമോ എന്ന ചർച്ച ലോകത്ത് ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഒരു രാജ്യത്തെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിക്കൊണ്ട് അവിടെ കലാപമുണ്ടാക്കുവാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു തലം. ഇനി അമേരിക്കയുടെ ഫൈറ്റർ കപ്പലുകൾ, നാവിക കപ്പലുകൾ ഹോർമൂസ് കടലിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കപ്പലുകൾക്ക് അകമ്പടിയായി കൂടുതൽ ഫൈറ്റർ കപ്പലുകൾ ആ മേഖലയിലേക്ക്, ഹോർമൂസ് കടലിടയിലേക്ക് വരുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ട് എന്ന രീതിയിലേക്ക് വിശകലനങ്ങൾ വരുന്നത്. മറ്റൊന്ന്, IRGC പൂർണ്ണമായ അലർട്ട് ഇറാന് നൽകിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു കാര്യം ചർച്ച ചെയ്യുന്നത്, ഇറാൻ അമേരിക്ക യുദ്ധത്തിന് മറ്റൊരു സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയിൽ റഷ്യയും ചൈനയും ഇറാനും സംയുക്തമായി നടത്തിക്കൊണ്ടിരുന്ന സൈനിക പര്യടനത്തിൽ നിന്ന് ഇറാൻ പിന്മാറി എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരു യുദ്ധസാധ്യത ഉള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ സൈന്യത്തെ ഇറാൻ്റെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ വികേന്ദ്രീകരിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ടാണ് ഈ സംയുക്ത സൈനിക അഭ്യാസത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ റഷ്യയും ചൈനയും ഇറാനും ഒന്നിച്ച് നടത്തിയ സൈനികാഭ്യാസത്തിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. അതായത് ആ മേഖലയിൽ ഒരു യുദ്ധ സാഹചര്യമുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമൂസ് കടലിടയ്ക്ക് വരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ സൈനിക പരേഡിൽ നിന്ന് ഇറാൻ പിന്മാറി രാജ്യത്തേക്ക് ആ സൈനികർ തിരികെ വരുന്നു. IRGC അലർട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ആ മേഖലയിലെ യുദ്ധ സംഘർഷത്തിന് ഉള്ള സാധ്യതകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിശകലനം ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഒരിക്കലും ഒരു വെനിസ്വേല ആയിരിക്കില്ല ഇറാൻ എന്ന വിശകലനങ്ങളും പ്രതിരോധ വിദഗ്ധരൊക്കെ നടത്തുകയാണ്. ഇറാൻ കുറച്ചുകൂടി ഡെവലപ്ഡായ, അല്ലെങ്കിൽ സാങ്കേതിക തികവിലും സൈനികതയിലുമൊക്കെ കുറച്ചുകൂടി അഗ്രഗണ്യമായ ഒരു രാജ്യമാണ് എന്നതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ അതിൻ്റെ ചൂടും ചൂരുമൊക്കെ ഇസ്രായേലിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞതുമാണ്. ഇറാൻ്റെ അത്യന്താധുനിക ഡ്രോണുകളും മിസൈലുകളും ഒക്കെ റഷ്യ പോലെയുള്ള ലോകത്തെ നമ്പർ 1 രാജ്യങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്നതുമാണ്. അങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും വെനിസ്വേല പോലെ ആയിരിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ മേഖലയിൽ ഒരു യുദ്ധസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ മറ്റൊരു നിഗമനം വരുന്നത് എന്ന് വെച്ചാൽ, കൂടുതൽ ഇറാനെ സാമ്പത്തികമായ ഞെരുക്കത്തിലേക്ക് അമർത്തുക. കാരണം ഒരു യുദ്ധഭീഷണി ഉള്ളപ്പോൾ ആ രാജ്യത്തെ ക്രയവിക്രയങ്ങൾ, ബാങ്കിങ് എല്ലാം താറുമാറാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ തങ്ങളിപ്പോൾ ആക്രമിക്കും എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി ഇറാനിലെ സാമ്പത്തിക സ്രോതസ്സുകളെ കൂടുതൽ ദുർബലമാക്കുക, അങ്ങനെ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യമാണോ അമേരിക്ക ഈ യുദ്ധഭീഷണി നടക്കുന്നത് കൊണ്ട് എന്ന ചില നിഗമനങ്ങളും ഒക്കെ വരികയാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം യുദ്ധത്തിനുള്ള മുൻകരുതൽ എന്ന രീതിയിൽ രാജ്യത്തിന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാകും. ഇൻ്റർനെറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. ബാങ്കിങ് തകരാറിലാകും. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇറാനെ തള്ളിവിടുന്നതിന് വേണ്ടിയാണോ തങ്ങളിപ്പോൾ ആക്രമിക്കും എന്ന ഒരു ഭീഷണി അമേരിക്ക പുറപ്പെടുവിക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ പുറത്തു വരികയാണ്. എന്തായാലും 1979 അന്നു മുതൽ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തുടർന്നു വന്ന ഇറാനിലെ ഭരണത്തെ അട്ടിമറിക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾക്ക് ഏകദേശം കൂടുതൽ കരുത്തു കിട്ടിയ സമയങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് എന്ന് പറയാം. എങ്കിൽ പോലും ഇറാൻ ഇപ്പോൾ ആ കലാപങ്ങളെയൊക്കെ അടിച്ചമർത്തുന്നു എന്ന് തന്നെയാണ് അവസാന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ഇറാനിൽ നടന്നത് സർക്കാർ അനുകൂല പ്രകടനങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനി മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ടെഹ്റാനിൽ പോലും 25-30 ലക്ഷം ആളുകൾ പങ്കെടുത്ത മഹത്തായ റാലികൾ ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ചിത്രം ഉയർത്തിയാണ് ആ പ്രകടനങ്ങൾ നടന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മറ്റൊരു കാര്യം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത്, ഇറാനുമായി വ്യാപാര ബന്ധം നടത്തുന്ന രാജ്യങ്ങളുടെ മേൽ 25% തീരുവ, അതായത് അമേരിക്കയുമായി ആ രാജ്യങ്ങൾ വ്യാപാര ബന്ധം ഏർപ്പെടുകയാണെങ്കിൽ ഇറാനുമായി ആ രാജ്യങ്ങൾക്ക് ഓൾറെഡി വ്യാപാര ബന്ധമുണ്ടെങ്കിൽ 25% തീരുവ അടയ്ക്കണം എന്ന ഒരു കരിനിയമം കൂടി അമേരിക്ക കൊണ്ടുവരികയാണ്. ഇന്ത്യയുമായി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ റഷ്യയുമായിട്ട് വ്യാപാരം നടത്തുന്നതിൻ്റെ പേരിൽ 50% തീരുവ ഇപ്പോൾ
ഇറാനുമായി വ്യാപാര ബന്ധം നടത്തുകയാണെങ്കിൽ 25% തീരുവ, അങ്ങനെ ഏകദേശം 75% തീരുവ എന്ന രീതിയിലേക്ക് ആകുകയാണ്. ലോകത്തിൻ്റെ നിയന്ത്രണം അത് അമേരിക്ക ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ചില നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പണ്ട് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതുപോലെ സാമ്രാജ്യത്വം തിരികെ വരികയാണോ എന്ന് തോന്നിക്കുന്ന ചില നിമിഷങ്ങളാണിത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.